ഷാർപ്പ് എന്ന ബ്രാൻഡിന്റെ ഷാർപ്പ് എക്വസ് R9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷാർപ്പ് എക്വസ് R9 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഷാർപ്പ് എക്വസ് R9 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ Pro IGZO OLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 240 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 240 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ കൂടിയ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻട്രൽ ഭാഗത്തായിട്ടാണ്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1500 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അത് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ഈ ഫോണിന്റെ വൈറ്റ്, ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷേ ടോപ്പ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ അല്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. LPDDR5Xന്റെ റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50.3 മെഗാ പിക്സലിന്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെൻസർ സൈസ് വരുന്നത് 1/1.55 ഇഞ്ചാണ്. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50.3 മെഗാ പിക്സലിൽ തന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. f2.2 അപ്പേഴ്സിലാണ് ഈ ഒരു സെൻസർ വരുന്നത്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 122 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിലും 50.3 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര വാട്ടിന്റെ ചാർജിങ് സ്പീഡാണ് എന്നുള്ള കാര്യം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലൊന്നുമല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചാൻസ് വളരെ കുറവാണ്. അധികം ഷാർപ്പിന്റെ ഡിവൈസുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വില അവർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും ഈ ഫോണിന്റെ വില വരിക. ഒരു 50,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഷാർപ്പ് എക്വസ് R9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ വിലയും അത്യാവശ്യം കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഷാർപ്പ് എക്വസ് R9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.